ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു ശ്രീസ്നാവിൽ തൊട്ടു മനസ്സിൽ തൊട്ടു. ഫാമിലി വ്ളോഗിംഗ് എന്ന് പറഞ്ഞാൽ അത്ര ഈസി ആയിട്ടുള്ള ഒരു കാര്യമല്ല. ഡേ ടു ഡേ ലൈഫിൽ നമ്മളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് നമ്മൾ സബ്സ്ക്രൈബേഴ്സിന് എത്തിക്കുമ്പോൾ സൂക്ഷ്മമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ വളരെ സെൻസിറ്റീവായിട്ട് നമ്മുടെ വീട്ടിൽ നടക്കുന്നതുമായിട്ടുള്ള നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളെ മറച്ചു വയ്ക്കുകയും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ തന്നെ പുറത്ത് കാണിക്കുകയും തങ്ങളുടേതായിട്ടുള്ള സ്ട്രാറ്റജിയിലൂടെ ആ ചാനൽ വളരെ വിജയകരമായിട്ടുള്ള ഒരു രീതിയിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നു. അതിൽ പെട്ട ഒരാളാണ് ശരിക്കും പറഞ്ഞാൽ KL ബ്രോ, ബിജു ഋത്തിക്കൊക്കെ. അവർക്ക് ഒരിക്കലും പേഴ്സണലായിട്ട് അവരുടെ സെൻസിറ്റീവായിട്ടുള്ള കാര്യങ്ങളൊന്നും അവർ പങ്കുവയ്ക്കാറില്ല. മറിച്ച് ഷോർട്ട് സ്കിറ്റ് അവരുടെ ഒരു വിജയത്തിൻ്റെ ഒരു വിജയ ഫോർമുല എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള കാര്യങ്ങളാണ്. മലയാളത്തിലെ ഫാമിലി ചാനലിനെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ സുജിൻ്റെ മല്ലു ഫാമിലിയെ സംബന്ധിച്ചിടത്തോളം അവർ ഏറ്റവും സെൻസിറ്റീവായിട്ടുള്ള പാർട്ട് പങ്കുവെച്ച് വിജയം നേടിയ ആളുകളാണ്. അതായത് തുടക്കത്തിൽ ടിക്ടോക്ക് വീഡിയോസിലൂടെ സഹോദരനും സഹോദരിയും തമ്മിൽ അവരുടെ ആ പഴയ വീടിൻ്റെ ചാർത്തിൽ നടത്തിയിരുന്ന ചെറിയ ചെറിയ റീൽസ് പോലുള്ള വീഡിയോകൾ, അതിലൂടെ അവരുടെ അമ്മയും കൂടി പ്രസൻറ്റ് ചെയ്യണു. അമ്മയ്ക്ക് വയ്യ എന്നുള്ള സെൻസിറ്റീവായിട്ടുള്ള കാര്യം അവർ ഷെയർ ചെയ്യണു. സ്വാഭാവികമായിട്ട് ഒരുപാട് ചേർത്ത് പിടിക്കലുകൾ അവരുടെ നേരെ ഉണ്ടാവുന്നു, ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാവുന്നു. ആ ചാനൽ വിജയകരമായിട്ട് മുന്നോട്ട് പോകുന്നു. അതിലൂടെ അവർ ജീവിതത്തിലെ ഓരോ പടികൾ കയറുന്നു. സഹോദരിയുടെ വിവാഹം നല്ല രീതിയിൽ, നല്ലൊരു വീട്, പറമ്പ്, അങ്ങനെ ഓരോ കാര്യങ്ങളും വെട്ടിപ്പിടിച്ച് കൊണ്ടുപോകുമ്പോഴും തങ്ങളുടെ രീതിക്ക് പറ്റാവുന്ന രീതിയിൽ ഇപ്പോൾ വയനാട്ടിലെ ആളുകളെ അവർ ചേർത്ത് പിടിക്കുന്നുണ്ട്. പറ്റാവുന്ന രീതിയിലൊക്കെ ചെറിയ രീതിയിലൊക്കെ അവർ സാമൂഹ്യ പ്രവർത്തനങ്ങളും ചെയ്യുന്നുണ്ട്. എന്നാൽ ഇങ്ങനെ ഒരു ചാനലിൻ്റെ ഏറ്റവും പീക്കായിട്ടുള്ള വളർച്ച കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അതിൻ്റെ ഗ്രാഫ് താഴുമ്പോൾ അതിനെ ഒന്ന് റിവൈവ് ചെയ്യാനായിട്ട്, ഒന്ന് ഉണർത്താനായിട്ട് സുജിൻ്റെ ഒരു സ്ട്രാറ്റജി, എന്തെങ്കിലും ഒരു സെൻസിറ്റീവായിട്ടുള്ള മാറ്റർ സബ്സ്ക്രൈബേഴ്സിൻ്റെ ശ്രദ്ധയിൽ പെടുത്തും. ഉടനെ അതിന് വളരെ പ്രതികൂലമായിട്ടുള്ള 1-2 കമൻറ്റുകൾ ഉണ്ടാവും എന്നുള്ളത് സത്യമാണ്. ആ കമൻറ്റിനെ പൊക്കിപ്പിടിച്ച് പിന്നെ ഒരു തുടർച്ചയായിട്ട് ഒരു 3-4 വീഡിയോകൾ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ സെൻസിറ്റീവായിട്ട് മറ്റുള്ളവൻ്റെ വീട്ടിൽ നടക്കണ അച്ഛൻ മദ്യപാനിയാണോ, എന്തായിരുന്നു അവരുടെ പാസ്റ്റ് എന്നൊക്കെ അറിയാൻ ക്യൂരിയസ് ആയിട്ടുള്ള സബ്സ്ക്രൈബേഴ്സിലെ ഒരു 90% ആളുകൾ അത്തരം വീഡിയോകൾക്ക് കൂടുതൽ കാതു കൊടുക്കുന്നു, അവർ കാണുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ സുജിനെ സംബന്ധിച്ചിടത്തോളം 2 വീഡിയോയുടെ മുമ്പ് അദ്ദേഹത്തിൻ്റെ അച്ഛൻ താമസിക്കുന്ന വീടിന് ഒരു യദൃശ്ചയ ഒന്ന് കാണിക്കേണ്ടായി. അത് മനഃപൂർവ്വം കാണിച്ചതാണ്. ഞാൻ എന്തായാലും അയാൾക്കറിയാം കമൻറ്റ് അച്ഛനെ പറ്റിയായിരിക്കും. അപ്പോൾ 1-2 പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ ഇത്ര വലിയ സ്ഥിതിയിൽ താമസിച്ചിട്ട് ഇങ്ങനെ ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴാറായിട്ടുള്ള ഒരു വീട്ടിൽ അച്ഛനെ കിടത്തുന്നത് ശരിയാണോ? അപ്പോൾ അയാളുടെ എക്സ്പ്ലനേഷനുമായിട്ട് വന്നിട്ടുണ്ട്. അതായത് അച്ഛനെ അവർ പലതവണ കൊണ്ടുവന്നിട്ടുള്ളതാണ്. അച്ഛൻ ഒന്നാന്തരം മദ്യപാനിയാണ്. ആ മദ്യപാനം സഹിക്കാൻ പറ്റാതെ അമ്മ 2 കുഞ്ഞുങ്ങളെ എടുത്ത് വാടക വീടിൻ്റെ ചാർത്തിലേക്ക് വരുന്നു. ആദ്യം സ്വന്തം വീട്ടിലേക്കായിരിക്കും പോയിട്ടുണ്ടാവുക. അത് കഴിഞ്ഞ് വാടക വീട്ടിൽ അവർ താമസം തുടങ്ങുന്നു. മകൻ കുറച്ച് വലുതായപ്പോൾ അയാൾ ഓട്ടോ എടുത്ത് ഓടിക്കുന്നു. അപ്പോഴും അമ്മ കഠിനമായിട്ടുള്ള ജോലികളിൽ ഏർപ്പെടുന്നു, 2 കുട്ടികളെ വളർത്തുന്നു. സുജിൻ്റെ അമ്മയെ പിന്നെ നല്ല സന്തോഷത്തോടുകൂടി പറയാറുള്ളൊരു കാര്യം, ഞങ്ങളുടെ അമ്മ ഒരിക്കലും ഞങ്ങളെ വിട്ട് രണ്ടാമതൊരു വിവാഹം കഴിച്ചില്ല. അന്നത്തെ കാലത്തൊക്കെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഭർത്താവ് ഒരു നമ്മൾ പാവപ്പെട്ട വീടുകളിൽ ഒരു വിധമൊക്കെയുള്ള കാര്യമാണ് അച്ഛൻ മദ്യപാനിയാവുക എന്നുള്ളത്. മദ്യപാനിയാവുമ്പോൾ ഒരിക്കലും ആ 2 കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിച്ച് വളർത്തുക എന്നുള്ളതല്ലാതെ വേറൊരു വിവാഹം എന്നുള്ളത് അന്നത്തെ സമൂഹ പശ്ചാത്തലത്തിൽ അല്ലെങ്കിൽ സാമൂഹ്യ വ്യവസ്ഥിതിയിലൊന്നും ആരും ചിന്തിച്ചിരുന്നില്ല. ഒന്നാമത് ഇന്നത്തെ പോലെ കുട്ടികൾ പെട്ടെന്ന് പഠിക്കുകയും തൊഴിലവസരങ്ങളൊന്നും അന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ സുജിൻ്റെ അമ്മ രണ്ടാമതൊരു വിവാഹത്തെ പറ്റി ചിന്തിക്കാതെ തൻ്റെ കുഞ്ഞുങ്ങളെ ഒരുവിധം മെച്ചുറാവണ വരെ അവർ പണിയെടുത്ത് നോക്കി. അപ്പോൾ ആ ഒരു അമ്മയുടെ സ്ഥാനം എന്തായാലും മദ്യപനായിട്ട് തങ്ങളെ ഇറക്കി വിട്ട പല രാത്രികളിലും അമ്മേനെ വന്ന് അടിച്ച് ഉപദ്രവിക്കുന്ന ഒരു അച്ഛൻ്റെ സ്ഥാനം അയാളുടെ മനസ്സിലുണ്ടാവില്ല. പിന്നെ ഇങ്ങനെയുള്ളവരെ, അതായത് മദ്യപാനത്തിൽ നിന്ന് മുക്തരാവാതെ വീട്ടിൽ നമ്മൾ നാട്ടുകാരെ ബോധിപ്പിക്കാനെങ്കിൽ എന്നാൽ ഇവിടെ വന്ന് കിടന്നോട്ടെ എന്ന് വിചാരിച്ചാൽ അവരുടെ ആ പഴയ ഒരു നമ്മൾ അട്ടേനെ പിടിച്ച് മെത്തേമ കിടത്തിയ ഒരിക്കലും അവർ അത് കിടക്കാൻ പോവില്ല. അത് ചെളി തന്നെ തേടിപ്പോവും. അപ്പോൾ അവരുടെ ഇന്നത്തെ ജീവിതത്തിലെ അപ്പോൾ അയാളുടെ അച്ഛനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം മദ്യപാനത്തിൽ അഭയം നേടിയ ഒരാളാണ്. അപ്പോൾ ഇങ്ങനെ ഒരു വീടിൻ്റെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചറിൽ അയാൾക്ക് ഇരുന്ന് നാമം ജപിച്ച് വൈകുന്നേരം നാമം ജപിച്ച് സുഖമായിട്ട് കിടന്നുറങ്ങി രാവിലെ കഴിച്ച് അപ്പോഴും അയാളുടെ മദ്യപാനം ചെയ്യാനുള്ള ത്വര മുന്നിട്ട് നിൽക്കും. സ്വാഭാവികമായിട്ട് 2 ദിവസം കഴിഞ്ഞാൽ 3-ാമത്തെ ദിവസം അയാളുടെ പഴയ ജീവിതത്തിലേക്ക് തന്നെ തിരിച്ചു പോകുന്നുള്ള ഒരു കാര്യം ഒരു സത്യം തന്നെയാണ്. ഇങ്ങനെ മദ്യപാനികളായിട്ട് തങ്ങളുടെ ചെറുപ്പത്തിൽ തങ്ങളുടെ അമ്മയും തങ്ങളെയും ഉപദ്രവിച്ചേർന്ന ആ ഒരു അച്ഛനോട് മക്കൾക്ക് യാതൊരു വക ഇമോഷണൽ ബോണ്ടിങ്ങും ഉണ്ടാവില്ല. അവിടെ ചില കാര്യങ്ങൾ, അതായത് സമൂഹത്തിൽ മറ്റുള്ളവർ എന്ത് പറയും അല്ലെങ്കിൽ സബ്സ്ക്രൈബേഴ്സ് എന്ത് പറയും എന്ന് പേടി അച്ഛന് വയ്യാതായി കഴിഞ്ഞാൽ ചിലപ്പോൾ ഇവർ നാളെ വന്ന് കൊണ്ടു നോക്കുമായിരിക്കും. അതല്ലെങ്കിൽ അച്ഛൻ്റെ സാമ്പത്തികമായിട്ടുള്ള ചില ഘടകങ്ങൾ ഇതിൽ പ്രധാനമാണ് കേട്ടോ. ആ അച്ഛൻ കിടക്കണ ആ വീട് തകർന്ന് വീഴാറായതാണെങ്കിൽ അതിനെ ചുറ്റിപ്പറ്റിയ പറമ്പ് അദ്ദേഹത്തിന് ഉണ്ടായിരിക്കും. സ്വാഭാവികമായിട്ട് അതിന് വേറൊരു അവകാശികൾ വരണ്ട എന്നുള്ള രീതിയിൽ
അച്ഛനെ പറ്റിയിട്ടുള്ള അപ്ഡേഷൻസ് നാട്ടുകാരെ ബോധിപ്പിക്കാനെങ്കിലും ഇടയ്ക്കിടയ്ക്ക് തരുന്നത്. അവർ ഫേസ് ചെയ്ത കാര്യങ്ങൾ അവരുടെ ബന്ധുക്കളടക്കം ചിലപ്പോൾ ഈ വീഡിയോകളിലൂടെ അറിയുന്നുണ്ടാവും. ചില ബന്ധുക്കളെങ്കിലും രണ്ടാമതും മൂന്നാമതും കൊണ്ടുവന്ന് വീണ്ടും അവരെ ആ ശ്രമത്തിൽ വിജയിക്കാതെ തിരിച്ചു കൊണ്ട് ആക്കിയതൊന്നും അറിഞ്ഞിട്ടുണ്ടാവില്ല. അപ്പോൾ അവരെ ബോധിപ്പിക്കാനുള്ള ഒരു ശ്രമം കൂടി എന്തായാലും നമ്മളുടെ നൗഫലിനെ ഓർമ്മിക്കാൻ നമുക്ക് ഇങ്ങനെയുള്ള ഒരു അവസരത്തിൽ ഏറ്റവും മദ്യപാനിയും അപകടകാരിയുമായിട്ടുള്ള അവരുടെ അമ്മയെ ഒരുപാട് ദ്രോഹിച്ച ആ വാപ്പയെ അയാൾ കൊണ്ടുവരികയും 2 വർഷം മുമ്പ് തന്നെ കൊണ്ടുവന്ന് അയാൾ ആദ്യം ഡി അഡിക്ഷൻ സെൻറ്ററിലാക്കുന്നു, ആ വയലൻ്റ് ആയിട്ടുള്ള മോഡൊക്കെ ഒന്ന് നോർമലാക്കുന്നു. അയാളുടെ ശാരീരികമായിട്ട് ഒരുപാട് അസുഖങ്ങൾ, കിഡ്നിക്കും തലച്ചോറിനും ഒക്കെ അസുഖങ്ങളുള്ള അയാളുടെ ചികിത്സ നടത്തി കൊണ്ടുപോകുന്നു. ഇനി അയാളുടെ വിവാഹത്തിനും അയാളുടെ സഹോദരിയുടെ വിവാഹത്തിനും, അതായത് ഈ നൗഫലിൻ്റെ പെങ്ങളുടെ വിവാഹത്തിനും വാപ്പ എന്നുള്ള പേരിൽ ആ ഒരു സ്ഥാനത്തിന് അദ്ദേഹം ഉണ്ടാവുന്നു. അപ്പോൾ ഇപ്പോൾ അടുത്ത് അദ്ദേഹം മരണപ്പെടുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് അയാളുടെ മനസ്സിലൊരു ആത്മസംതൃപ്തി, തൻ്റെ അച്ഛനെ താൻ കൊണ്ടുവന്ന് അവസാന കാലത്ത് നല്ല രീതിയിൽ നോക്കി. അയാളും അവസാന കാലത്ത് വല്ലാത്ത പശ്ചാത്താപ വിവശനായിട്ട് മക്കളെയും ഒക്കെ തിരിച്ചു കിട്ടി. ആദ്യമായിട്ട് മൂത്ത മകളുടെ വീട്ടിലേക്ക് കോയമ്പത്തൂർക്ക് പോകുന്നു. അങ്ങനെ കുറേ സെൻസിറ്റീവായിട്ടുള്ള സന്ദർഭങ്ങൾ നമ്മൾ അതിൽ കണ്ടു. അതിലൊക്കെ ഒരു മകൻ്റെ ആത്മസംതൃപ്തിക്ക് അച്ഛനെ കൊണ്ട് നിർത്തി. പക്ഷെ അദ്ദേഹം പിന്നെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കിയിരുന്നില്ല. ആ അമ്മയ്ക്കും അവർ കൗൺസിലിംഗ് കൊടുക്കുന്നു. അങ്ങനെ ഒരുപാട് ഘട്ടങ്ങൾ കടന്നിട്ടാണ് ആ മകൻ വളരെ ത്യാഗസമ്പന്നനായിട്ടാണ് ചെയ്യുന്നത്. ഇവരുടെ കാര്യത്തിൽ അച്ഛൻ ഒരിക്കലും ഇങ്ങോട്ട് വരില്ല. 2 ദിവസം കഴിഞ്ഞാൽ 3-ാമത്തെ ദിവസം പോവും. പിന്നെ ബന്ധുക്കൾ ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ടത് സഹോദരിയുടെ വിവാഹമായിരുന്നു. ആ വേദിയിലേക്ക് അച്ഛനെ വിളിച്ചപ്പോൾ അച്ഛൻ ഒരുപാട് ചീത്ത പറഞ്ഞു. അപ്പോൾ സ്വാഭാവികമായിട്ട് അച്ഛൻ്റെ ബന്ധുക്കളെ വിളിച്ചപ്പോൾ അച്ഛൻ വരാതെ, അതായത് ഇവരുടെ അച്ഛൻ വരാതെ ഞങ്ങൾ വരില്ല എന്ന് ആ ബന്ധുക്കൾ പറയുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഘട്ടത്തിലാണ് ഇവർ അച്ഛൻ്റെ സാന്നിധ്യം സഹോദരിയുടെ വിവാഹത്തിന് ഇല്ലാതിരുന്നതും സുജിൻ തന്നെ അച്ഛൻ സഹോദരിയെ വിവാഹത്തിന് കൈപ്പിടിച്ച് കൊടുക്കേണ്ട ഒരവസ്ഥ വരുന്നത്. പിന്നെ നമ്മൾ ഈ പുറത്തു നിന്ന് നോക്കണവർക്ക് ഇവർക്ക് എന്താ അച്ഛനെ കൊടുത്ത് നോക്കിക്കൂടെ, ഇത്രയും പൈസയായില്ലേ, അയാൾക്കൊന്നും ഇല്ലെങ്കിൽ ഒരു വീടും പറമ്പൊക്കെ ഉണ്ടല്ലോ എന്നൊക്കെ ചോദിക്കാം. പക്ഷെ എങ്ങനെയുള്ള അപകടകാരികളായിട്ടുള്ള ആൾക്കാരെ ഒരു സമാധാന ജീവിതം വളരെ സ്ട്രഗിൾ ചെയ്ത് ലൈഫിൽ അത്രയും വിഷമിച്ച ഒരമ്മ, 2 മക്കൾ, അപ്പോൾ ഇപ്പം മകൻ്റെ ഭാര്യ, 2 കുട്ടികൾ, ആ അമ്മയുടെ സമാധാനം കെടുത്താനായിട്ട് ഒരാളെ വലിച്ചു കൊടുന്നു കഴിഞ്ഞു അതിൻ്റേതായിട്ടുള്ള അനന്തരഫലങ്ങൾ അവരുടെ വീട്ടിൽ അവരുടെ ആ കുഞ്ഞുങ്ങളെ വരെ ബാധിക്കുന്ന രീതിയിലാവും എന്നുള്ളതാണ്. അപ്പോൾ പുറത്തുനിന്ന് നോക്കണവർക്ക് എന്ന് ചെയ്തുകൂടെ എന്ന് ചോദിക്കുന്നത്, അതിൻ്റെ ഉള്ളിൽ അയാളുമായിട്ട് ജീവിക്കുമ്പോൾ അവരനുഭവിക്കേണ്ട വിഷമങ്ങൾ എന്ന് പറയുന്നത് അതിൻ്റെ 10 ഇരട്ടിയായിരിക്കും. എന്തായാലും സാമൂഹ്യ വ്യവസ്ഥയിലെ ഗൃഹസ്ഥന്മാരും മദ്യപാനികളായ ഉണ്ടാവുന്ന പരിണത ഫലങ്ങളാണ് നമ്മൾ ശരിക്കും സുജിൻ്റെ ലൈഫിലും നൗഫലിൻ്റെ ലൈഫിലൊക്കെ കണ്ടുകൊണ്ടിരുന്നത് എന്നുള്ളതാണ്. എല്ലാവർക്കും നന്മ വരട്ടെ. നന്ദി, നമസ്കാരം.